എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നിങ്ങളുടെ വീടുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി വിവിധ സർക്കാർ സഹായ പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ മുഖേന നിരവധി ക്ഷേമ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ ധനസഹായ പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്കാണ് വിവിധ പദ്ധതികളിൽ ഇതിൻ്റെ സഹായം ലഭിക്കുന്നത്. അതിൽ ആദ്യത്തേത് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ 80% വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികളാണെന്നാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ പഠനങ്ങൾ ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന വയോമധുരം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അപേക്ഷകനല്ലെങ്കിൽ അപേക്ഷക 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർ ആയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കേണ്ടതാണ്. മാത്രമല്ല അപേക്ഷകർ BPL വരുമാന പരിധിയിൽ പെട്ടയാളായിരിക്കണം. ഇവയാണ് പ്രധാനപ്പെട്ട നിബന്ധന. എല്ലാ ജില്ലകളിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങലുള്ള മുതിർന്ന പൗരന്മാർക്ക് കണ്ണട നൽകുന്ന പദ്ധതിയാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. വ്യക്തിഗത ആനുകൂല്യ വിതരണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്ന സമയത്ത് ഇതിനുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് ഊന്നുവടി നൽകുന്ന പദ്ധതിയുണ്ട്. അതുപോലെ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ ദന്തനിര വച്ചു കൊടുക്കുന്ന മന്ദഹാസം പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പല്ലുകൾക്ക് ബലക്ഷയം വന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണിത്. തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാകുന്നതാണ്. പരമാവധി 5000 രൂപ ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്നതാണ്. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസിലാണ്. റേഷൻ കാർഡിൻ്റെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ പകർപ്പ് അല്ലെങ്കിൽ അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ്. APL റേഷൻ കാർഡിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് സൗജന്യ കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയുണ്ട്. വൃദ്ധരായിട്ടുള്ള ആളുകൾക്കായി പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയാണിത്. അതുപോലെ തന്നെ മഴക്കാലമായതിനാൽ കമ്പിളി പുതപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയുമുണ്ട്. ഇതും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ലഭിക്കുന്നത്. APL BPL വ്യത്യാസമില്ലാതെ ഈ സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വ്യക്തിഗത ആനുകൂല്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി വയോജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷനാണ്. ഈ പെൻഷൻ സ്കീമിൽ BPL റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള വിതരണമാണ് ചെയ്യുന്നത്. അതുപോലെ APL റേഷൻ കാർഡ് ഉള്ളവർക്ക് സംസ്ഥാന സർക്കാരാണ് 1600 രൂപ പെൻഷനായിട്ട് നൽകുന്നത്. അതിനാൽ പുതിയ അപേക്ഷകൾ ഒട്ടും താമസിക്കാതെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനായിട്ട് ഹാജരാക്കേണ്ടത്. ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മുൻഗണന ലഭിക്കുന്നതാണ്. ഈ പദ്ധതികൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദ്ധതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ പദ്ധതികളാണ് ഉള്ളതെന്ന് അന്വേഷിച്ചറിഞ്ഞ ശേഷം അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വീട്ടിൽ ഒന്നിലധികം വ്യക്തികൾക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുവാനും സാധിക്കുന്നതാണ്. APL BPL വ്യത്യാസമില്ലാതെ ധനസഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.